ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂറോപ്പ് ട്രിപ്പ് വ്ളോഗ്സ്. നമ്മൾ ഇന്നലെ വരെ വിയന്നയിലായിരുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ രാജ്യത്ത് പോവുകയാണ്. ആ രാജ്യത്തിൻ്റെ പേരാണ് സ്ലോവാക്യ. സ്ലോവാക്യ എന്ന് കേട്ടാൽ അധികം പേർക്ക് അറിയണ്ടാവില്ല. ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയായിരിക്കും. ഈ ചെക്കോസ്ലോവാക്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുണ്ടായ ഒരു രാജ്യമാണ് സ്ലോവാക്യ. അടുത്ത രാജ്യം ചെക്ക് റിപ്പബ്ലിക്. 1993 ഈ രണ്ട് രാജ്യങ്ങളും വിഭജിച്ചത്. ഈ സ്ലോവാക്യ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഇതിൻ്റെ ബൗണ്ടറി രാജ്യങ്ങളാണ് ഓസ്ട്രിയ, പോളണ്ട്, ഹംഗറി, ചെക്കിയ മീൻസ് ചെക്ക് റിപ്പബ്ലിക്. സ്ലോവാക്യ എന്ന രാജ്യം യൂറോപ്യൻ യൂണിയൻ്റെയും ഷെങ്കൻ എഗ്രിമെൻറ്റിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ സ്ലോവാക്യയിൽ ഈസി ആയിട്ട് പോവാം. സ്ലോവാക്യയുടെ ക്യാപിറ്റലായ ബ്രാട്ടിസ്ലാവയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വിയന്നയിൽ നിന്ന് ഏകദേശം 82 കിലോമീറ്റർ ദൂരമുണ്ട് ബ്രാട്ടിസ്ലാവയിലേക്ക്. 1 മണിക്കൂർ ബസ് ട്രാവൽ. യൂറോപ്പിലുടനീളം ഉള്ള ഒരു ബസ് സർവീസാണ് ഫ്ലിക്സ് ബസ്. യൂറോപ്പിൽ നിന്ന് കൺട്രി ടു കൺട്രി ട്രാവൽ ചെയ്യാൻ ഏറ്റവും ചീപ്പസ്റ്റും പങ്ക്ച്വലുമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഫ്ലിക്സ് ബസ് വഴി ബുക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഫ്ലിക്സ് ബസ് വഴി ബുക്ക് ചെയ്ത് സീറ്റെല്ലാം റിസർവ് ചെയ്ത് ബ്രാട്ടിസ്ലാവയുടെ ബോർഡർ എത്തിയിരിക്കുകയാണ്. ആ ബ്ലൂ ബോർഡറിൽ കാണാം നമുക്ക് ബ്രാട്ടിസ്ലാവ എന്ന് എഴുതിയത്. അങ്ങനെ ഓസ്ട്രിയ എന്ന രാജ്യത്ത് നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് വേറൊരു രാജ്യത്തെത്തേക്കാണ്, അതായത് സ്ലോവാക്യയിൽ. സ്ലോവാക്യയുടെ ക്യാപിറ്റലും ഏറ്റവും വലിയ നഗരവുമാണ് ഈ ബ്രാട്ടിസ്ലാവ. യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഡാന്യൂബ് നദി. ഡാന്യൂബ് നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് ബ്രാട്ടിസ്ലാവ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രാട്ടിസ്ലാവ നഗരം തന്നെ 2 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഒന്ന് ഓസ്ട്രിയയും വേറൊന്ന് ഹംഗറിയുമാണത്. ഞങ്ങൾ വിയന്നയിൽ നിന്ന് ഫ്ലിക്സ് ബസ്സിൽ ട്രാവൽ ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് ബ്രാട്ടിസ്ലാവിലെത്തി. ഇവിടെ ബസ് സ്റ്റോപ്പിലെത്തി നോക്കുകയാണ് ഈ ബോർഡ്. ആ ബസ് സ്റ്റോപ്പിൽ വരുന്ന ബസ്സുകളുടെയും ട്രാമുകളുടെയും എല്ലാം ഡീറ്റെയിൽസ് ആ ബോർഡിലുണ്ട്. ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ലേഡിയാണ്, അവരുടെ പേര് മീന സിംഗ്. ഒരു ഹാപ്പി ആൻഡ് പ്ലസൻറ്റ് കോ ട്രാവലറായിരുന്നു മീന മാഡം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് ബ്രാട്ടിസ്ലാവയിലൂടെ നടക്കുകയാണ്. യൂറോപ്പിലെത്തിയിട്ട് കാണുന്ന രണ്ടാമത്തെ രാജ്യമാണ് സ്ലോവാക്യ. ഇന്ന് മുഴുവൻ ബ്രാട്ടിസ്ലാവയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വൈകിട്ട് വീണ്ടും വിയന്നയിലേക്ക് തിരിച്ചു പോകും. അടുത്ത ദിവസം അടുത്ത രാജ്യത്തേക്ക്. അപ്പോൾ ബ്രാട്ടിസ്ലാവയിലെ കാഴ്ചകൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ. ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്യുന്ന എൻ്റെ 5ാമത്തെ രാജ്യമാണ് സ്ലോവാക്യ. സ്ലോവാക്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ബ്രാട്ടിസ്ലാവയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ലിഫ്റ്റ് കയറി റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ താഴെയുടെ കാറുകളും ബസ്സുകളും ലോറികളൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ടീം ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. ഒരു സ്ലോപ്പാണ്. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എത്ര ഭംഗിയായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊരു ലിഫ്റ്റ് കയറി മുകളിലെ ഓവർ ബ്രിഡ്ജിൽ കയറി അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ലോപ്പ് വഴി താഴേക്ക് ഇറങ്ങുകയാണ്. റോഡ് ക്രോസ് ചെയ്യണ്ട, താഴെ റോഡാണ്. അങ്ങനെ സ്ലോവാക്യയിലെ കാഴ്ചകൾ. ബ്രാട്ടിസ്ലാവയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൈക്കിൾ ആളുകൾക്കും പെഡസ്ട്രിയൻസിനും ഒക്കെ നടക്കാൻ ഓരോ പ്രത്യേക വഴികളുണ്ട്. ഇത് സൈക്കിളിന്റെ സിമ്പിളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകണം, അടുത്ത സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരണം. വാ, കറക്റ്റായിട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പെഡസ്ട്രിയൻസിന്റെ വഴിയാണ്, പേയ്മെന്റ് ചെയ്തിരിക്കുക. അതുവഴി പെഡസ്ട്രിയൻസിന്റെ സിമ്പിളും ഉണ്ട്. അതിന് തൊട്ടടുത്ത് മരങ്ങൾ നന്നായിട്ട് വളർത്തി അതിൽ അവരെ സംരക്ഷിച്ച് പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്താ അവിടെ നിൽക്കണേ? വാ ഇങ്ങോട്ട്. ഞങ്ങൾ ഈ പുല്ലിട്ട വഴിയിലെല്ലാം നടന്നു വരികയായിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോവാ. റോഡിൽ കൂടെ നടന്നു വന്നപ്പോൾ പ്രത്യേകതരം കാഴ്ച കാണുകയാണ്. റോഡ് സൈഡിലാണ് ജിം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓവർ ബ്രിഡ്ജിന്റെ അടിയിലായിട്ട് ഒരു ട്രെയിനറും ഉണ്ട്. ട്രെയിനർ ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാ എന്ത് രസമല്ലേ. ഇവർക്ക് വെയിലത്ത് വെറുതെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഇവർക്ക് AC ഒന്നും വേണ്ടല്ലോ. ട്രെയിനർ ലേഡീസ് ഇത് ചെയ്യുന്നുണ്ട്. ഒരാളോട് 2 പേര് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇൻസ്ട്രുമെന്റ്സ് വഴി. ആളുകൾ ഇതുവഴി ക്രോസും ചെയ്യുന്നുണ്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കാഴ്ച. നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് ക്രോസ് ചെയ്ത് പോകും. ഡാന്യൂബ് നദി കാണാനുള്ള പോക്കാണ്.
ഡാന്യൂബ് നദിയാണ് യൂറോപ്പിൻ്റെ ഹൃദയം. യൂറോപ്പിലെ മിക്ക ജല ഗതാഗതങ്ങൾ നടക്കുന്നത് ഡാന്യൂബ് വഴിയാണ്. ഇന്നലെ വിയന്നയിൽ ഡാന്യൂബ് നദി കണ്ടു. ഇന്നിപ്പോൾ ബ്രാറ്റിസ്ലാവയെ കാണുന്നു. നാളെ അടുത്ത രാജ്യത്തും കാണും. എല്ലാ യൂറോപ്യൻ കൺട്രീസും ഡാന്യൂബ് നദി ക്രോസ് ചെയ്യുന്നുണ്ട്. ഗ്രീസിന്റെ സൈഡിൽ ഇറ്റലിയുടെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. ഗ്രീസിന്റെ സൈഡിൽ നിന്ന് കടലിൽ കപ്പൽ വരും. മെഡിറ്ററേനിയൻ സീന്ന് ഗ്രീസ് തന്നെ അതിൽ കയറിയിട്ട് ജർമ്മനിക്ക് എല്ലാം കപ്പലിലാണ് സാധനം, ഈ ബാർജിലാണ് സാധനങ്ങൾ. ചരക്കപ്പലാണ് ബാർജാണ് വരുന്നത്. വന്നോളിക്കുന്നുണ്ടല്ലേ ബാർജ് എന്ന് പറയുന്നത്, കപ്പലല്ല ബാർജാണ്. നമ്മുടെ എറണാകുളത്ത് ഇതിൻ്റെ പോർട്ടിൽ വരുന്ന സൾഫറൊക്കെ FACT അമ്പലമുകളിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ബാർജസിലാണ്. തൈക്കോടം പാലത്തിൻ്റെ അടിക്കൂടെ അതുപോലെ ബാർജസാണ്. ഇവിടെ ദൂരത്തോട്ടൊക്കെ ഫ്ലാഗ് കണ്ടാൽ അറിയാം എങ്ങോട്ടാ പോകുന്നത് അറിയാം. അങ്ങനെ നമ്മൾ ഡാന്യൂബ് നദി തീരത്തെത്തിയിരിക്കുകയാണ്. നമ്മളൊരു പാലത്തിൽ നിന്നിട്ടാണ് അത് കാണുന്നത്. ബാർബുഡ എന്നാണ് ബാർജിന്റെ പേര്. കുറെ രാജ്യങ്ങളുടെ ഫ്ലാഗ് ഉണ്ട്. ഏതൊക്കെ രാജ്യമായിരുന്നു എടുത്തുണ്ടോ? ബാക്കിൽ ഏത് രാജ്യത്തിന്റെ ഒരു സ്കോഡ, ഒരു ഓടി കാറും കിടപ്പുണ്ട്. പുതിയൊരു കാറല്ലേ? ഓടിക്കാറുണ്ട്, ഒരു ഒപ്പലും ഉണ്ട്. ഇത് സ്പെയിനിന്റെ ഫ്ലാഗ് അല്ലേ? സ്പെയിനിന്റെ ഫ്ലാഗ് അല്ലേ? എവിടുത്തെ ഫ്ലാഗ്? ജർമ്മൻ ഫ്ലാഗ് ആണത് അല്ലേ? ജർമ്മനിയുടെ ഫ്ലാഗാണ്. ജർമ്മനിയിലേക്ക് പോകുന്നത്. അത് ജർമ്മനി ലാൻഡ് ലോക്ക്ഡ് ആണ്. ജർമ്മനിക്ക് പോർട്ടില്ല. ജർമ്മനിയിലെ ഏറ്റവും മുകളിൽ ഈസ്റ്റിൽ മുകളിൽ പോയാൽ അവിടെ നോർത്തിൽ പോയാലും ഹാംബർഗർ മാത്രമേ പോർട്ടുള്ളൂ. ഇപ്പം മെഡിറ്ററേനിയൻ സീ കൂടെ സൂയസ് കനാലിൽ കൂടെ വരുന്ന സാധനങ്ങൾ ഗ്രീസിൽ ഏതെങ്കിലും പോർട്ടിൽ ഇറക്കിയിട്ട് അവിടുന്ന് ഈ ഡാന്യൂബ് വഴി ബുഡാപെസ്റ്റ്, ബ്രാറ്റിസ്ലാവ, വിയന്ന അങ്ങനെ പോയിട്ട് മുകളിൽ ഷെങ്കൻ്റെ അടുത്തൂടെ എങ്ങാണ്ട് പോയി ജർമ്മനി കയറും. ബ്രിഡ്ജ് മുറിച്ച് മാറ്റി കൂടുതൽ വെയിറ്റ് കൂടുതലായിട്ട് മെറ്റലിന്റെ ലവ് ലോക്ക്. ഈ യൂറോപ്പിൽ കപ്പിൾസോ അതുപോലെ ലവേഴ്സോ ഒക്കെ വന്ന് ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ ലോക്ക് ചെയ്തിടും. താഴെ താക്കോലുകൊണ്ട് പൂട്ടിയിട്ട് ആ താക്കോൽ ഈ നദിയിൽ വലിച്ചെറിഞ്ഞ് കളയും. അപ്പോൾ ആ താക്കോല് കിട്ടാതെ താഴെ തുറക്കാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ ഒരിക്കലും പിരിയില്ല എന്നാണ് പറയുന്നത്. You find signal lights for the barges also in the bridge. On the left side and right side of the bridge you see red, because you should not be traveling through that way, because maybe depth may not be there. And in the middle you see a green, which is the one-way way, and the yellow is the other side passage. നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പോൾ റോഡിന്റെ മുകളിലാണ്. ഇപ്പം ബ്രിഡ്ജ് തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ റോഡിലുള്ള സൈൻ ബോർഡുകൾ കാണാനാണ് ഞാനിപ്പോൾ വീഡിയോ ഓൺ ചെയ്തത്. സൈക്കിള് പോവാൻ പ്രത്യേക ക്രോസിംഗ് സ്ഥലം, പെഡസ്ട്രിയൻസിന്. സൈക്കിളിന് റെഡ് കളർ ആനയെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അതുവഴി മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. പെഡസ്ട്രിയൻസ് കടക്കുന്നു. ബസ്സൊക്കെ ലെഫ്റ്റ് തിരിയണതുണ്ടോ? ഇത് ട്രാമാണ്. ട്രാമിൻ്റെ വഴിയിൽ നിന്ന് അവർ നോർമൽ വഴിയും പോകുന്നുണ്ട്. ഓ സൂപ്പർ. ഇത്ര നന്നായിട്ടാണ് അവർ ട്രാഫിക് റൂൾസ് പാലിക്കുന്നത്. റോഡിന് നടുക്കൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ആർക്കും ഓടണ്ട. അതും വെയിൽ കൊള്ളാത്ത രീതിയിൽ അവർ റൂഫൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും ആ ചെറിയ സൈക്കിളുണ്ട്. നമ്മൾ താഴെ ഇറങ്ങിയതും കുറച്ച് ചെറിയ ചെറിയ ഷോപ്സ്, ഇവിടുത്തെ ലോക്കൽ ഷോപ്സ് കണ്ടു. ഒരുപാട് ഫ്രിഡ്ജ് മാഗ്നറ്റും ഇവരുടെ കുറച്ച് ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. 1-2 വിദേശികളും ട്രാവലേഴ്സ്, ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. നോക്കട്ടെ, പല പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ. €1.5 ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. €2, €3, €5. ഇന്നലെ എല്ലാം വിയന്നയിൽ €5 ഏറ്റവും സ്റ്റാർട്ടിങ്. €5 എന്ന് വെച്ചാൽ 500 ഇന്ത്യൻ റുപ്പീസ്. ഇവിടെ 150 ആവും ഇന്ത്യൻ റുപ്പീസ്. ഐ ലവ് സ്ലോവാക്യ, ഐ ലവ് ബ്രാറ്റിസ്ലാവ, അങ്ങനെ പല പല ടൈപ്പ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്.
ഏതെങ്കിലും ഇഷ്ടമായി ശിവഗംഗ? ഞങ്ങൾ ബ്രാട്ടിസ്ലാവയിലെ ഒരു ചർച്ചാണോ പാലസാണോ ഇത്? ഇതാണോ സിറ്റി സെന്റർ കം ചർച്ച്? അത് കാണാൻ പോവാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് ചർച്ച്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാസിൽ, ഈ ബ്രിഡ്ജ്, പിന്നെ ഒരു സ്റ്റാച്യു, UFO, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ ഉള്ള സ്ഥലങ്ങൾ. ചെറിയൊരു രാജ്യമാണ് ബ്രാട്ടിസ്ലാവ. നോക്ക്, ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്നാണോ കോളേജിൽ നിന്നായിരിക്കും ഒരു ബാക്ക് പാക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് ഒരുപാട് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റർ. ഈ കോളേജ് കുട്ടികളുടെ ഒരാൾ വീൽ ചെയറിലാണ് വന്നത്. എന്തോ കാലിന് ഫ്രാക്ചർ ആയെന്ന് തോന്നുന്നു. പക്ഷേ വീൽ ചെയർ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഈ ഒരു സ്റ്റെയറിൽ ഒരു പ്രത്യേക റെയിൽ അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ വീൽ ചെയർ സുഖമായിട്ട് ആ റെയിലൂടെ പോവും, മേളിൽ എത്തും. ഈ കുട്ടികളെല്ലാം പരസ്പരം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ആ ഒരു കാല് വയ്യാത്ത കുട്ടിയെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടെയുള്ള കുട്ടികളെല്ലാവരും. പാലസ് കാണണമെങ്കിൽ നല്ലോണം സ്റ്റെയർ കയറണം. ഈ കാണുന്ന സ്റ്റെയർ എല്ലാം കയറിയാണ് നമ്മൾ പാലസിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഞങ്ങളും അതുപോലെ ആ കോളേജിലെ കുട്ടികളെല്ലാവരും സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്നിട്ട് ഈ ഡാന്യൂബ് നദിയും അതിന് മുകളിലുള്ള ഓവർ ബ്രിഡ്ജ് എല്ലാം കാണുന്ന നല്ല സൂപ്പർ കാഴ്ചയാണ്. നമുക്ക് അങ്ങ് അറ്റത്ത് നദിയുടെ അക്കരെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇവിടെ കുറച്ച് ബിൽഡിംഗ് ഉണ്ട്, ഓവർ ബ്രിഡ്ജ് ഉണ്ട്, റോഡുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ബ്രാട്ടിസ്ലാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോട്ടയ്ക്ക് റോമൻ കാലഘട്ടം മുതലുള്ള ഒരു നീണ്ട ചരിത്രമുണ്ട്. 9-ാം നൂറ്റാണ്ടിലെ ഗ്രേറ്റ് മൊറോവിയയിലെ ഭരണാധികാരിയുടെ ഒരു പ്രതിമയാണ് ഈ കുതിരപ്പുറത്ത് ഇരിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് പോകണം. നോക്കട്ടെ, ചിലയിടത്ത് വിടും, ചിലയിടത്ത് വിടില്ല. അവർ പ്രിസർവ് ചെയ്തിരിക്കുന്ന കാസിലായിരിക്കുമല്ലോ. ഗേറ്റ് തന്നെ എത്രമാത്രം പടയാളികളാണ് കുന്തം കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പടയാളിയുണ്ട്, ഈ ഗേറ്റിലും പടയാളികളുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ എല്ലാ റൂമിൻ്റെ മുകളിലും പടയാളികൾ പണ്ടിരുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ സ്റ്റാച്യു സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തോട് വിട പറഞ്ഞ് കാസലിനോട് വിട പറഞ്ഞ് പോവുകയാണ്. അകത്ത് കയറിയില്ല കേട്ടോ, കയറാൻ പറ്റില്ല. നോ, ഐ ഡിഡ്ന്റ് സീ ദാറ്റ് സൈഡ്. ഓക്കെ, പപ്പ ഈ സൈഡ് കൊണ്ട് കണ്ടിട്ട് വരാം, വാ. കാസലിൻ്റെ ബാക്ക് സൈഡിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഗാർഡനും കുറേ കപ്പിൾസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഗാർഡൻ നല്ല ഭംഗിയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അപ്പുറത്ത് എന്തോ വീണ്ടും ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്. നല്ല രസമുണ്ട് ഈ ലൈറ്റുകളും ഇവരുടെ ഒരു ആർക്കിടെക്ചർ കാണാനായിട്ട്. കല്ലിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഞങ്ങളങ്ങനെ കാസിലെല്ലാം കണ്ട് പുറത്തോട്ട് താഴേക്ക് നടന്ന് വന്നിരിക്കുകയാണ്. ആ ഹൈറ്റിലേക്ക് കയറിയതെല്ലാം താഴോട്ട് വന്നു. അങ്ങോട്ട് പോയപ്പോൾ കണ്ട ചർച്ചാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ. ബ്രാട്ടിസ്ലാവിലെ പ്രധാനപ്പെട്ട ചർച്ചാണിത്. അപ്പോൾ ഇവിടെ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും മൗനത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ചും ബ്രാട്ടിസ്ലാവിലെ പാലസും കണ്ടു. ഇനി ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾഡ് ബ്രാട്ടിസ്ലാവയിലേക്കാണ് നമ്മളിനി അടുത്തതായി പോകുന്നത്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു, ബൈ.